protect your spine. That is the ultimate purpose of this camp. Make the people aware. നമ്മുടെ നട്ടെല്ലിന് വളവ് വരാതിരിക്കുക. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചാൽ ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ അത്യാവശ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായ ഒരു അസുഖത്തെപ്പറ്റി അവയർനെസ് കൊടുക്കാനാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹൃദയം തന്നെ നിലച്ചു പോയി മരണം വരെ സംഭവിക്കാവുന്ന ഒരു കണ്ടീഷൻ. അതുപോലെ സ്പൈൻ എന്ന അവയവത്തിന് അത് ഒരുപാട് കർമ്മങ്ങൾ അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൈ, കാല്, നമ്മുടെ മസിൽസ്, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, യൂറിനറി ബ്ലാഡർ, റെക്റ്റം, ഇങ്ങനെ ഇത്രയും അവയവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നാഡീ ശൃംഖലകൾ കടന്നു പോകുന്നത് നട്ടെല്ലിലൂടെയാണ്. ഹൃദയത്തിനുണ്ടാകുന്ന ബ്ലോക്ക് പോലെ നാഡീ ഞരമ്പുകൾ പോകുന്ന ആ ഒരു പൈപ്പിന് ഒരു ബ്ലോക്ക് ഉണ്ടായാൽ അത് സപ്ലൈ ചെയ്യുന്ന അവയവങ്ങളെല്ലാം തന്നെ നിലച്ചു പോകും. ഉദാഹരണത്തിന് വലിയൊരു ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടായിട്ട് നമ്മുടെ ലോവർ ബാക്കിൽ ഒരു ബ്ലോക്ക് വന്നാൽ ആ നാഡീ ഞരമ്പുകൾ സപ്ലൈ ചെയ്യുന്ന രണ്ട് കാലിലോട്ടുള്ള മസിൽസ്, യൂറിനറി ബ്ലാഡർ, മലാശയം, ഇതെല്ലാം കൂടി ഒരുമിച്ച് ബ്ലോക്കാവും. അപ്പോൾ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, കാലിന് ബലഹീനത, മരവിപ്പ്, കൂടാതെ മൂത്രതടസ്സം, മലബന്ധം, കൺട്രോൾ പോവുക, ലൈംഗിക അവയവങ്ങൾ അവരെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ കണ്ടീഷനിലോട്ട് പോകും. ഇത് വളരെ പെട്ടെന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനെയാണ് സ്പൈൻ അറ്റാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് കൊണ്ട് വരുന്നത് കൊണ്ട് അതിൻ്റെ ബ്ലഡ് സപ്ലൈ കുറയും, അതിൻ്റെ രക്തഓട്ടം കുറയുന്നത് കൊണ്ട് ഇത്രയും അവയവങ്ങളിലോട്ടുള്ള നാഡീ ഞരമ്പിൻ്റെ പ്രവർത്തനം കുറയുകയും സമയത്തിന് ചികിത്സിച്ചില്ലെങ്കിൽ അത്രയും അവയവങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡാമേജ് ഉണ്ടാകും. കാരണം ജീവിതകാലം മുഴുവൻ അവർക്ക് ചിലപ്പം യൂറിൻ പോകാണ്ട് ട്യൂബ് ഇടേണ്ട അവസ്ഥ, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം, അവർക്ക് അറിയാതെ മലം പോവുക, മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ ആവുക, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരും. ഇതെല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകളെ നമ്മൾ കോഡായിക്കുവന അല്ലെങ്കിൽ കുതിരവാൽ ഞരമ്പെന്ന് പറയും. അപ്പോൾ ഇത്രയും ഈ കുതിരവാൽ ഞരമ്പ് പെട്ടെന്ന് ബ്ലോക്ക് ആകുമ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഹാർട്ട് അറ്റാക്കും സ്പൈൻ അറ്റാക്കും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ഹാർട്ട് അറ്റാക്ക് വന്ന് നമ്മൾ യഥാസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ രോഗിക്ക് മരണം വരെ സംഭവിക്കാം. അതേപോലെ സ്പൈൻ അറ്റാക്ക് വന്ന് യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ രോഗി മരിക്കില്ല, പക്ഷേ മരിച്ച് ജീവിക്കുന്നതിന് തുല്യമായിരിക്കും. അതാണിത് തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം. നിങ്ങളുടെ ജീവൻ പോവില്ല, പക്ഷേ നിങ്ങളുടെ ശിഷ്ടകാലം വളരെ കഷ്ടതയിലായിരിക്കും. അതുകൊണ്ട് ഇത്തരം രോഗലക്ഷണങ്ങളെ പറ്റി പൊതുവെ ഉള്ള അവയർനെസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പൊതുജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് ഇത്തരം പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നതും. ഇതിനെല്ലാം ഉടനടി ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നാഡീഞരമ്പുകളുടെ രക്തഓട്ടം പുനഃസ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നും ഇത്തരം ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുണ്ടെന്നും, ഇതിന് ഡിസ്ക് മാത്രമല്ല മറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം, വീണ് പരിക്ക് പറ്റി ഫ്രാക്ചർ ആയാലും ഇങ്ങനെ വരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ സ്പൈൻ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു സൂചന നമുക്ക് കിട്ടിയാൽ ഉടനടി വൈദ്യസഹായം തേടണം. ഇത്രയുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.